വൻ വരുമാനത്തിനും ടൂറിസം മേഖലയിലെ KSRTCയുടെ വളർച്ചയും ലക്ഷ്യമിട്ടാണ് ഡബിൾ ഡെക്കർ മൂന്നാറിലെത്തുന്നത്. എന്നാൽ തിരുവനന്തപുരത്തെ പരന്ന വീതിയുള്ള റോഡിൽ ഓടിയിരുന്ന ബസ് മൂന്നാറിൽ വളഞ്ഞു തിരിഞ്ഞ് കയറ്റം കയറുമ്പോൾ ആശങ്കകളേറെയുണ്ട്. ഇതൊരു പഴയ വാഹനമാണെന്ന് പറയുന്നു. അതിൽ കുറേയധികം പുതിയ മോഡിഫിക്കേഷൻ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് ബാലൻസിങ് തീർച്ചയായിട്ടും തെറ്റാനുള്ള സാധ്യതയുണ്ട്. അത് ഇവിടെ പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അത് ആളെ കയറ്റിയിട്ട് അതിൽ വേറെ ഇഷ്ടംപോലെ ടിൽറ്റ് ചെയ്തിട്ടുള്ള മെക്കാനിസം ഒക്കെ ഉണ്ട്, ടിൽറ്റ് പരിശോധിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ടിൽറ്റ് പരിശോധിച്ച് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ഈ മുടക്കിയ കാശ് ഡാമേജ് ആയി പോകും. 13 വർഷം പിന്നിട്ട വാഹനമാണ് മുഖം മിനുക്കി ഇങ്ങനെയായത്. കാലപ്പഴക്കം ചെന്ന വാഹനത്തിന്റെ ഫിറ്റ്നസ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഫിറ്റ്നസ് പുതുക്കണം, പുക പരിശോധന പാസ്സാകണം, രൂപമാറ്റത്തിനുള്ള അംഗീകാരം വേണം. അങ്ങനെ കടമ്പകളേറെയുണ്ട്. ട്രയൽ റൺ കൂടി നടത്തി ബസ് മല കയറ്റാൻ ഇനിയും ദിവസങ്ങളെടുക്കും. ട്രയൽ റൺ നടത്തി ആളെ കയറ്റി നോക്കണം. അന്നത്തെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രൈവറെ വേണം അതിൻ്റെ അടുത്ത് ചോദിക്കാൻ. അദ്ദേഹം അതിന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ആ റോഡ്, ആ ടെറൈൻ എങ്ങനെയാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കി അതിൽ ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മൾ നേരിടേണ്ടി വരും എന്ന് അദ്ദേഹത്തിന് മുൻകൂട്ടി കാണാനുള്ള ഒരു പ്രാഗൽഭ്യമുള്ള ഒരാളെ തന്നെ വേണം നയിക്കാൻ. സഞ്ചാരികൾക്കുള്ള പുതുവത്സര സമ്മാനമാണെന്ന് മന്ത്രി പറഞ്ഞ ബസ് പ്രതിപക്ഷ സംഘടനകൾ പറയുന്നത് പോലെ ബാധ്യതയാകുമോ എന്ന് ഡബിൾ ബെല്ലടിച്ച് ഓടിത്തുടങ്ങുമ്പോൾ അറിയാം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.